മലപ്പുറത്തെ ഒരു ആശുപത്രിയിൽ പ്രവർത്തിക്കുന്ന ഗൈനക്കോളജിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ റിൻസി എം ബഷീർ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് കൂടിയാണ് ഡോക്ടർ. അതായത് ഇപ്പോൾ കണക്കുകൾ പരിശോധിക്കുമ്പോൾ നമ്മുടെ ജില്ലയിൽ തന്നെ വളരെ വ്യാപകമായി വീട്ടിൽ വെച്ചുള്ള പ്രസവങ്ങൾ നടക്കുന്നതായിട്ടാണ് വിവരം. ആസ് എ ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഈ ഒരു വിഷയത്തെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? പല ക്ലയൻസുമായിട്ട് സംസാരിക്കുന്നുണ്ടാവില്ല പല സമയങ്ങളിലായിട്ട്. ഞാനിവിടെ 2-3 വർഷമായിട്ട് മലപ്പുറം ജില്ലയിൽ ജനിച്ചു വളർന്ന വ്യക്തിയാണ്. പഠിച്ചത് തിരുവനന്തപുരത്താണ്, പക്ഷേ 3 വർഷമായിട്ട് ഗൈനക്കോളജിസ്റ്റായിട്ട് ഇവിടെ പ്രാക്ടീസ് ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പം ഇന്നിപ്പോൾ ഒരു മരണം സംഭവിച്ചു വീട്ടിൽ. അപ്പോൾ ഇന്നാണ് പൊതുവേ ഈ ഒരു മാധ്യമ ശ്രദ്ധ ഇതിലേക്ക് എത്തിയെന്നേ ഉള്ളൂ. ഞാനിവിടെ വർക്ക് ചെയ്യുന്നതായതുകൊണ്ട് നമുക്ക് ചുറ്റുമുള്ള കാര്യങ്ങൾ കുറച്ചുകൂടെ നന്നായിട്ട് അറിയാം. ഈ വീട്ടിലെ പ്രസവം ഇവിടെ ആദ്യമായിട്ടൊന്നുമല്ല. എനിക്ക് തോന്നുന്നു കഴിഞ്ഞ 2-3 വർഷത്തിൽ നമ്മുടെ കേരളത്തിലെ കണക്കെടുത്താൽ ഏറ്റവും കൂടുതൽ പ്രസവം നടക്കുന്നത്, വീട്ടിലെ പ്രസവം നടക്കുന്നത് മലപ്പുറത്ത് തന്നെയാണ്. അതിൽ ഒറ്റപ്പെട്ടിട്ടുള്ളൊരു സംഭവമാണ് എന്നുള്ള തോന്നുന്നില്ല. ഇത് കുറച്ച് കാലങ്ങളായിട്ട് ഇതിങ്ങനെ കൂടിക്കൂടി വരികയാണ്. മുമ്പ് കുറച്ചൊക്കെ വീട്ടിൽ പ്രസവം നടന്നിരുന്നത് അജ്ഞത കാരണം, അല്ലെങ്കിൽ അവർ എഡ്യൂക്കേഷൻ്റെ കുറവ് കാരണം പലരും ഹോസ്പിറ്റലിൽ പോകാൻ മടിക്കുന്ന സാധാരണ ആൾക്കാർ വീട്ടിൽ പ്രസവം പണ്ട് നടന്നിരുന്നല്ലോ എന്ന് കരുതി നടന്നിരുന്നവർ. പക്ഷേ ഇന്ന് അത് അങ്ങനെയല്ല. ഹോസ്പിറ്റലിൽ പോവണ്ട, വീട്ടിൽ പ്രസവിച്ചാൽ മതി എന്ന രീതിയിലേക്ക് തിരിച്ച് ഒരു ബാക്കിലേക്ക് നടക്കുന്നത് പോലെയാണ് തോന്നുന്നത്. അല്ലാതെ ഹോസ്പിറ്റലിൽ പോകാൻ മടി കാരണം പോകാത്തതല്ല, ഹോസ്പിറ്റൽ തൊട്ടടുത്ത് ഉണ്ടായിട്ട് പോലും അത് യൂസ് ചെയ്യാതെ വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതൊരു പ്രവണത നമ്മൾ നന്നായിട്ട് കാണുന്നുണ്ട്. പ്രത്യേകിച്ച് നമ്മൾ ആരോഗ്യ പ്രവർത്തകർ, ആശാ വർക്കേഴ്സൊക്കെ വർക്ക് ചെയ്യുമ്പം അവരുടെ മുന്നിൽ വാതിൽ കൊട്ടി അടച്ച് നിന്നിട്ട് നിങ്ങൾ ഇങ്ങോട്ട് വരണ്ട എന്ന് പറയുന്ന രീതിയിലുള്ള ഇതിലേക്ക് തിരിച്ചു പോകുന്നത്. ഞാൻ സോഷ്യൽ മീഡിയയിൽ കുറച്ച് ആക്റ്റീവാണ്. ഞാനിത് കഴിഞ്ഞ ഒരു 2-3 ആഴ്ച മുമ്പ് ഒരു വീഡിയോ പബ്ലിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് എന്താ വെച്ചാൽ ഒരു ബർത്ത് സർട്ടിഫിക്കറ്റ് കിട്ടാതെ വീട്ടിൽ പ്രസവിച്ചു, അത് അക്യുപങ്ക്ചർ എന്ന് പറഞ്ഞ 2 ഡോക്ടേഴ്സ് എന്ന് പറയുന്നത് സോക്കോൾഡ് അക്യുപങ്ക്ചറിസ്റ്റ്, അവർ വീട്ടിൽ അത്ര എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള യങ് ജനറേഷനിലുള്ള ആൾക്കാർ വീട്ടിൽ പ്രസവിക്കാൻ പോയി എന്നുള്ള അത് വന്നപ്പോഴാണ് കൂടുതൽ അതിൽ താഴെ കമൻസും കൂടെ വന്നപ്പോഴാണ് ഇത് എത്രമാത്രം ഒരു ഭീകരമായിട്ടുള്ള അവസ്ഥയിലേക്കാണ് പോണേന്ന് അന്ന് എൻ്റെ വീഡിയോയുടെ താഴെ കമൻസ് കണ്ടാൽ തന്നെ മനസ്സിലാവും. അന്ന് ഞാനൊന്ന് ജസ്റ്റ് എല്ലാവർക്കും ഒരു അവയർനെസ് എന്ന രീതിയിലൊരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു, ഇതിൻ്റെ ഒരു കോൺസിക്വൻസ് എന്താണെന്നുള്ളത്. പക്ഷേ അതത്ര എന്നാലും അത്യാവശ്യം ആൾക്കാർ ശ്രദ്ധിച്ചെങ്കിൽ പോലും അതിൻ്റെ ഒരു പ്രോബ്ലം വന്നത് ഇന്നലെ ഈ ഒരു മരണം സംഭവിച്ചപ്പോഴാണ്. പ്രോബ്ലം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ വീട്ടിലെ പ്രസവം പ്രൊമോട്ട് ചെയ്യാനായിട്ട് കുറച്ചൊരു ഗ്രൂപ്പായിട്ട് വന്നിട്ടുണ്ട്. അത് എന്തിന് വേണ്ടിയിട്ടാണെന്ന് അറിയില്ല. പക്ഷേ നമുക്ക് എന്താണെന്ന് വെച്ചാൽ ഇതിൽ അക്യുപങ്ക്ചർ എന്ന് പറഞ്ഞാൽ ശരിക്കും ഒരു ട്രഡീഷണൽ ചൈനീസ് മെഡിസിൻ മാത്രമാണ്. അവിടെ പ്രസവം എന്നൊരു സംഭവം അവിടെ ഇല്ല. റിയൽ അക്യുപങ്ക്ചർ നെർവ് പെയിനിന് മാത്രം യൂസ് ചെയ്യുന്ന ഒരു ശാഖയാണ്. അതിൻ്റെ യൂസിൽ മോഡേൺ മെഡിസിനിൽ യൂസ് ചെയ്യുന്നുണ്ട്. അല്ലാതെ ഒരു പ്രസവം എന്നുള്ളൊരു ഭാഗമൊന്നും അക്യുപങ്ക്ചറിൽ ഇല്ല. അപ്പോൾ അതിന് അക്യുപങ്ക്ചറിന് നമുക്ക് വഴി പറയാൻ പറ്റില്ല. പിന്നെ ഉള്ളത് ഈ പ്രസവം എല്ലാം നടക്കുന്നത് നമ്മുടെ നാട്ടിൽ മലപ്പുറത്തായതുകൊണ്ട് ഇത് മതം അതിലൊരു ഭാഗമാണെന്നുള്ള രീതിയിലുള്ള ഒരു പ്രചരണമുണ്ട്. മതത്തിൽ അങ്ങനെ പറയുന്നു, അങ്ങനെയും ഇവിടെ ഇല്ല. അപ്പം മലപ്പുറത്തുള്ളവരും മാക്സിമം ആൾക്കാർ മുസ്ലിംസാണ്, ഹോസ്പിറ്റലിൽ വന്ന് പ്രസവിക്കുന്നവരും മുസ്ലിംസാണ്. അപ്പം മതം അങ്ങനെ പറയുന്നുണ്ടെങ്കിൽ അങ്ങനെ സംഭവിക്കില്ല. അപ്പോൾ ഇത് രണ്ടുമല്ല ഫാക്ടർ, വേറെ എന്തൊക്കെയോ ഫാക്ടേഴ്സ്. അപ്പോൾ ഇതിനുള്ളിൽ അക്യുപങ്ക്ചർ എന്നുള്ള പേരിൽ യൂസ് ചെയ്തുകൊണ്ട് ആൾക്കാരെ തെറ്റിദ്ധരിപ്പിക്കുന്ന എന്തൊക്കെയോ വസ്തുക്കൾ ഇവിടെ നടക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ കുറേ ആൾക്കാർ അതിൻ്റെ പുറകെ എന്താണ് ഡീറ്റെയിൽസ് ആയിട്ട് എനിക്കറിയില്ല. പിന്നെ ഞാൻ ഒരു ഡോക്ടർ ആയതുകൊണ്ട് എനിക്ക് പലരും പല ഭാഗത്തു നിന്ന് അയച്ചു തരുന്ന വീഡിയോസ് അത് പലതും സോഷ്യൽ മീഡിയയിൽ തന്നെ ഇവർ തന്നെ പോസ്റ്റ് ചെയ്ത, എനിക്ക് ഒരാളെയും വ്യക്തിപരമായിട്ട് അറിയൊന്നുമില്ല, പക്ഷേ സോഷ്യൽ മീഡിയയിൽ പോസ്റ്റ് ചെയ്ത വീഡിയോസും വെച്ച് കിട്ടിയ ഇത് വെച്ചാണ് ഞാനൊരു പുതിയ വീഡിയോ ഇട്ടത്. അതിൽ വാട്സാപ്പ് ഗ്രൂപ്പിൽ പോലും വീട്ടിൽ പ്രസവിച്ചവരെന്ന് പറഞ്ഞിട്ടുള്ള വാട്സാപ്പ് ഗ്രൂപ്പ് പോലും എനിക്ക് എവിടുന്നോ അയച്ച് കിട്ടിയതെന്നല്ലാതെ ഇതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. പക്ഷേ അത് ഉള്ള കാര്യമാണ്. അപ്പോൾ ഇതിനെപ്പറ്റിയൊരു ശരിക്കും അന്വേഷണം വേണം എന്നുള്ളതാണ്. കാരണം ഇന്നിപ്പോൾ ഒരു മരണം നടന്നു, 5 കുട്ടികൾക്ക് ഒരു അമ്മയില്ലാണ്ടായി. 5ാമത്തെ പ്രസവം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എപ്പോഴും ഒരു ഗൈനക്കോളജിസ്റ്റിൻ്റെ ഭാഗത്ത് നിന്ന് ഏറ്റവും നമുക്ക് ഒരു ഡ്രെഡഡ് ആയിട്ടുള്ള ഒരു കണ്ടീഷനാണ്. ബിക്കോസ് പല പ്രാവശ്യം ഗർഭിണിയായിട്ടുള്ള ഗർഭപാത്രം ചുരുങ്ങാൻ സമയമെടുക്കും എന്നുള്ളത് ആർക്കും അറിയാം. നമ്മൾ ഈ തലയിൽ റബ്ബർ ബാൻഡ് വലിച്ച് കിട്ടുന്ന പോലെ തന്നെ അത് ചുരുങ്ങണം എന്നുണ്ടെങ്കിൽ നമ്മുടെ ഒരു ഹെൽപ്പ് കൂടിയേ പറ്റും. മാത്രമല്ല വലിയ കുട്ടിയൊക്കെ ആണെങ്കിൽ 4 കിലോ എന്നൊക്കെ പറയുന്ന കുട്ടിക്ക് അപ്പോൾ അത്രയും ഗർഭപാത്രം വികസിച്ചിട്ടുണ്ട്, അത് തിരിച്ച് ചുരുങ്ങാൻ സമയമെടുക്കും, അല്ലെങ്കിൽ അത് ഹെവി ബ്ലീഡിങ് ഉണ്ടാവും. അതൊരു പ്രിവെൻറ്റബിൾ കോസ് ഓഫ് ഡെത്ത് ആയിരുന്നു. അവർ ഹോസ്പിറ്റലായിരുന്നെങ്കിൽ അതിനുള്ള സജ്ജീകരണം അവിടെ ഉണ്ടായിട്ടുണ്ടാവും, ആ ബ്ലീഡിങ് അറസ്റ്റ് ചെയ്യാൻ നമുക്ക് പറ്റുകയും ചെയ്യും. അപ്പോൾ ഇങ്ങനത്തെയൊക്കെ ഹോസ്പിറ്റലുകളിൽ പ്രസവം നടക്കുമ്പോൾ വീടുകളിൽ പ്രസവം നടക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ
പലരും ചോദിക്കുന്ന ചോദ്യമാണ്, ഹോസ്പിറ്റലിലും മരണം നടക്കുന്നുണ്ട്, വീട്ടിലും മരണം നടക്കുന്നുണ്ടെന്ന്. ഹോസ്പിറ്റലിൽ ലക്ഷക്കണക്കിന് ആളുകൾ പ്രസവിക്കുമ്പോൾ, അല്ലെങ്കിൽ കോടിക്കണക്കിന് ആളുകൾ പ്രസവിക്കുമ്പോൾ അതിൽ 1-2 മരണമായിരിക്കും ചിലപ്പോൾ നമ്മളിതിൽ വരുന്നത്. അതിൻ്റെ കണക്ക് എടുത്തു കഴിഞ്ഞാൽ നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ ലോക രാഷ്ട്ര നിലവാരത്തിലാണ് നമ്മുടെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് നിൽക്കുന്നത്. അതിനും താഴെ അതിലും താഴെ മരണം എന്ന് പറഞ്ഞാൽ ശരിക്കും സ്വപ്നം മാത്രം എന്നുള്ള രീതിയിലുള്ള അത്രയ്ക്ക് സ്വപ്നതുല്യമായ ഒരു സ്ഥാനത്ത് നിൽക്കുന്ന ഒരു കുഞ്ഞു സംസ്ഥാനമാണ് നമ്മുടെ കേരളം. അപ്പോൾ ഇങ്ങനത്തെ ഓരോ മരണവും ഒരു വീട്ടിലെ പ്രസവം വെച്ച് നടക്കുമ്പോൾ നമ്മുടെ കേരളത്തിനാണ് അത് നാണക്കേട് വരുന്നത്. നമ്മുടെ മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റിൽ തന്നെയാണ് ഈ ഓരോ മരണവും ആ എണ്ണം കൂട്ടുന്നത്. അത് വീട്ടിൽ പ്രസവിച്ചോ ഹോസ്പിറ്റലിൽ പ്രസവിച്ചോ എന്നൊന്നും ആരും അറിയാൻ പോകുന്നില്ല. പക്ഷേ നമ്മൾ ഈ ആരോഗ്യ പ്രവർത്തകരാവട്ടെ, നമ്മുടെ രാഷ്ട്രീയ പ്രവർത്തകരാവട്ടെ, എല്ലാവരും കൂടെ ഒരുപാട് എഫേർട്ട് ഉണ്ടാക്കിയെടുത്ത് നമ്മുടെ ഇന്ത്യയിൽ തന്നെ 1-ാം സ്ഥാനത്ത് നിൽക്കുന്ന കേരളത്തിൽ ഇങ്ങനെ നമ്മുടെ പുറകോട്ട് പോവുക എന്ന് പറയുന്നത് വളരെ വിഷമകരമായിട്ടുള്ളൊരു കാര്യമാണ്. അപ്പോൾ അതിന് നമ്മൾ വീട്ടിലെ പ്രസവം ഇങ്ങനെ പ്രൊമോട്ട് ചെയ്യുന്നിടത്തോളം ഇങ്ങനത്തെ പ്രോബ്ലംസ് ഇനി കൂടിക്കൊണ്ടിരിക്കാനേ പോകുന്നുള്ളൂ. തിരൂരിൽ കഴിഞ്ഞ മാസങ്ങൾക്ക് മുമ്പ് ഒരു പരിപാടി നടന്നിരുന്നു. അപ്പോൾ നിങ്ങളുടെ ഇൻസ്റ്റാ വീഡിയോയിൽ തന്നെ പറയുന്നുണ്ട്, വീട്ടിൽ പ്രസവിച്ചവരുടെ കൂട്ടായ്മ സംഗമം ആദരിക്കൽ എന്നൊക്കെ പറഞ്ഞിട്ട് ആ പരിപാടി കണ്ടിരുന്നു. അത് യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള അശാസ്ത്രീയ ഗാർഹിക പ്രസവങ്ങൾക്ക് പ്രോത്സാഹനം നൽകുന്നൊരു പരിപാടിയല്ലേ? യഥാർത്ഥത്തിൽ ആ പ്രോഗ്രാം ഇത് പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടി തന്നെ ഉണ്ടായതാണ്. പക്ഷേ ആ പ്രോഗ്രാം ഞാൻ കണ്ടിട്ടില്ല. ആ പ്രോഗ്രാം തിരൂര് നടന്നു എന്ന് പറയപ്പെടുന്നതല്ലാതെ അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്നും എനിക്കറിയില്ല. ഇത് അവർ തന്നെ അവരുടെ സോഷ്യൽ മീഡിയയിൽ യൂട്യൂബ് ചാനലിൽ പോസ്റ്റ് ചെയ്തൊരു വീഡിയോ ആണ്. 1 lakh വ്യൂ ഉള്ള ഒരു വീഡിയോ. എനിക്ക് ആരോ അങ്ങനെ ഡോക്ടർ എന്നുള്ള രീതിയിൽ, ഞാൻ സോഷ്യൽ മീഡിയ ആക്ടിവിസ്റ്റ് ആയതുകൊണ്ട് ഞാൻ പലതിനും റെസ്പോണ്ട് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ എൻ്റെ പേഴ്സണൽ മെസ്സേജ് സെക്ഷനിൽ ഇങ്ങനെ വന്ന വീഡിയോസിൽ പെട്ടു എന്നല്ലാണ്ട് ഇത് നടത്തിയവരാരാണെന്നോ അതിൻ്റെ ഒന്നും എനിക്കറിയില്ല. അവർ പറയുന്നുണ്ട് വീട്ടിൽ വെച്ച് പ്രസവിച്ച ധീര വനിതകളെയാണ് ആദരിക്കുന്നതൊക്കെ. സ്വാഭാവികമായിട്ട് അത് അക്യുപഞ്ചർ രീതിയിലൂടെ പ്രസവമെടുത്ത കുടുംബങ്ങളിൽ നിന്നുള്ള ആളുകളാണെന്നുള്ളതാണ് പ്രാഥമികമായിട്ട് മനസ്സിലാക്കുന്നത്. അതിൽ അവർ ഫസ്റ്റ് തന്നെ വിളിക്കുന്നുണ്ടല്ലോ, 4 പേരെ പേരെടുത്ത് വിളിക്കുന്നതിൽ അക്യു മാസ്റ്റർ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ അത് അക്യുപങ്ക്ചറിൻ്റെ ഒരു ഭാഗമായിട്ടുണ്ടായ വീട്ടിലെ പ്രസവമാണെന്ന് നമുക്ക് വിചാരിക്കാവുന്ന മാത്രമേ ഉള്ളൂ. എനിക്കതിൻ്റെ ഡീറ്റെയിൽസ് അറിയില്ല, ആ ആൾക്കാരുടെ ഡീറ്റെയിൽസ് ഒന്നും അറിയില്ല. പക്ഷേ ഇങ്ങനത്തെ ഒരു പ്രോഗ്രാം അതിൽ നമ്മുടെ മലപ്പുറം മാത്രമൊന്നും അല്ല, ഇതിൽ മലപ്പുറത്തിന് പങ്കൊന്നുമില്ല. സത്യത്തിൽ ഇവിടെ പ്രോഗ്രാം നടന്നു മാത്രമേ ഉള്ളൂ. അതിൽ കേരളത്തിൻ്റെ തെക്ക് തൊട്ട് വടക്ക് വരെയുള്ള എല്ലാ സംസ്ഥാനത്തു നിന്നുള്ള ഫീമെയിൽസും അതിൽ പങ്കെടുത്തിട്ടുണ്ട്. ഈവൻ പ്രസവം കഴിഞ്ഞ് 5 ദിവസം കഴിഞ്ഞിട്ടുള്ള ആളെ പോലും വന്നിട്ട് അതിൽ ആദരിക്കുന്നുണ്ട്. 21-ാം നൂറ്റാണ്ടിലും ഈ രീതിയിൽ ടെക്നോളജിയൊക്കെ അത്രത്തോളം അപ്ഗ്രേഡ് ആയിട്ടുള്ള കാലഘട്ടത്തിലും ഇത്തരത്തിലുള്ള പ്രാകൃതമായിട്ടുള്ള ചികിത്സാ രീതികളിലേക്ക് കൂടുതൽ ആളുകൾ ആകർഷിക്കപ്പെടാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, ഒന്നാമത്തേത് ബോധമില്ലായ്മ എന്ന് തന്നെ പറയാൻ പറ്റുള്ളൂ. നമ്മുടെ നാട്ടിൽ എല്ലാവർക്കും ഇപ്പോൾ വിദ്യാഭ്യാസവും ബോധവും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. എല്ലാവർക്കും ചിലർ വിദ്യാഭ്യാസം കൂടുതൽ കാരണം എനിക്ക് ഭയങ്കര അറിവാണെന്ന് കരുതിയിലോട്ട് പോകുന്നവരുണ്ട്. അതല്ല, അജ്ഞത കാരണം എനിക്കൊന്നും അറിയില്ല എന്ന് കരുതി പോകുന്നവരുണ്ട്. അപ്പം ഒരു ശാസ്ത്രബോധം എന്തായാലും എല്ലാവർക്കും വേണം. മതബോധവും എല്ലാം തമ്മിൽ കൂട്ടി എല്ലാത്തിൻ്റെയും ആ ഒരു എക്സ്ട്രീമിലേക്ക് പോകുമ്പോഴാണ് പ്രോബ്ലം. മതബോധം ആയാലും എല്ലാം കൂടെ ഒന്ന് കൂട്ടി കലർത്തി ഒരു ലോജിക്കായിട്ട് ചിന്തിച്ചാൽ ഒരു പ്രോബ്ലം ഉണ്ടാവാൻ പോകുന്നില്ല. ഇതിലിപ്പം മതത്തിലെവിടെയും പറയുന്നില്ല ഹോസ്പിറ്റലിൽ പോരുതെന്ന്. പിന്നെ ഈ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞാൽ ഓൾട്ടർനേറ്റീവ് മെഡിസിനിലും എവിടെയും പ്രസവം ഹോസ്പിറ്റലിൽ എടുക്കേണ്ടെന്ന് പറയുന്നില്ല. ഇത് ആൾക്കാരുടെ അജ്ഞത. ഇത് ആരൊക്കെയോ യൂസ് ചെയ്യുന്നു, അവർക്കത് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, അല്ലെങ്കിൽ ബ്രെയിൻ വാഷ് ചെയ്യപ്പെടുന്നു എന്നല്ലാണ്ട് ഇതിൽ ഒന്നിന് ആൾക്കാരെ നമുക്ക് കുറ്റം പറയാൻ പറ്റില്ല. പിന്നെ ഗാർഹിക പ്രസവം എടുക്കുന്നതിൽ ഈ പറയപ്പെടുന്ന അക്യുപഞ്ചറിസ്റ്റുകളല്ലാതെ വേറെ ഏതെങ്കിലും വ്യാജ ചികിത്സ അവലംബിക്കുന്ന ആളുകളെ കുറിച്ച് അറിയാം? വീട്ടിൽ പ്രസവം എടുക്കുന്നതിൽ സ്വാഭാവികമായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ബാക്കി ഏത് ശാഖയാണെങ്കിലും ഇപ്പോൾ ഈവൻ നമ്മുടെ ആയുർവേദത്തിൽ വീട്ടിൽ ഉണ്ട്, ഗൈനക്കോളജി ഡിവിഷൻ ഉണ്ട്. പക്ഷേ നമ്മുടെ നാട്ടിൽ ഈവൻ കേരളത്തിൽ ഇപ്പോൾ ഞാൻ കോട്ടക്കൽ ആയുർവേദ ശാലയിൽ ക്ലാസ് എടുക്കാൻ പോയിട്ടുണ്ടായിരുന്നു. അവരുടെ സ്ത്രീ വിഭാഗം ഡിപ്പാർട്ട്മെൻറ്റിൽ അവർ പ്രത്യേകം പറഞ്ഞതാണ്, അവരിപ്പോൾ പുറത്ത് പഠിച്ചു, കർണാടകയിൽ പഠിച്ചിട്ടുണ്ട്, അവിടെയൊക്കെ അവർ പ്രസവമൊക്കെ എടുക്കാറുണ്ടായിരുന്നു. പക്ഷേ നമ്മുടെ കേരളത്തിൽ ഇറ്റ് ഈസ് നോട്ട് അലൗഡ് എന്ന് വെച്ചാൽ അവർക്കത് ധൈര്യമില്ല. കാരണം ഇവിടെ നമ്മൾ അത്രയും ഒരു ആയുർവേദ കേന്ദ്രത്തിൽ പ്രസവം എടുക്കുന്നത് ഒരു നിയമം അലൗഡാണോ എനിക്കറിയില്ല, പക്ഷെ അവരെടുക്കാറില്ല എന്ന് പറഞ്ഞു. ഇങ്ങനെ ഒരു കോട്ടക്കൽ ആയുർവേദശാലയൊക്കെ നല്ല ഫേമസ് ആയിട്ട്
ആയിട്ടുള്ള ഒരു ഇൻസ്റ്റിറ്റ്യൂഷനാണ് നമ്മുടെ നാട്ടിൽ. അങ്ങനത്തെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പോലും, അതായത് ആയുർവേദ ഡോക്ടേഴ്സ് ആയിരിക്കുന്ന ഒക്കെ പ്രാക്ടീസ് ഉള്ള ആൾക്കാർ പോലും പ്രസവം എടുക്കാൻ അവർ വില്ലിങ് അല്ല. അത് ബിക്കോസ് അതിൻ്റെ കോൺസിക്വൻസസ് അവർക്ക് നന്നായിട്ട് അറിയാം. ഒരു കോംപ്ലിക്കേഷൻസ് വന്നു കഴിഞ്ഞാൽ ഹാൻഡിൽ ചെയ്യാൻ പറ്റുന്ന സിറ്റുവേഷൻ അല്ലാന്ന്. അങ്ങനത്തെ സമയത്ത് വീട്ടിൽ പ്രസവം വേറെ ഓൾട്ടർനേറ്റീവ് മെഡിസിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഡിപ്പാർട്ട്മെൻറ്റ്സ് ഒന്നും പ്രൊമോട്ട് ചെയ്യുന്നുണ്ട് എനിക്ക് തോന്നുന്നില്ല. അത് പ്രൊമോട്ട് ചെയ്യുന്നത് ഈ വീട്ടിലെ പ്രസവത്തിൻ്റെ കോൺസിക്വൻസസ് അറിയാത്തവരാണ്. അതിൻ്റെ കോംപ്ലിക്കേഷൻസ് പ്രോബ്ലംസ് ഒന്നും അറിയാത്ത ആൾക്കാരാണ് ഇത് പ്രൊമോട്ട് ചെയ്യുന്നത്. ഗൈനക്കോളജിസ്റ്റ് എന്ന നിലയിൽ ഈ വീട്ടിലെ പ്രസവം മൂലം ഉണ്ടാകുന്ന കോൺസിക്വൻസിനെ കുറിച്ച് ഒന്ന് പറഞ്ഞു കൊടുക്കാം. നമുക്ക് പ്രഗ്നൻസി ഡെലിവറി എന്ന് പറയുന്നത് എപ്പോഴും ഒരു ഞാണിമക്കളിയാണ് എപ്പോഴും പറയുന്നത്. ഇപ്പോൾ ഈ ഒരു ഗൈനക്കോളജിസ്റ്റാണ്, ഞാൻ തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലാണ് പഠിച്ചത്. എല്ലാവിധ കോംപ്ലിക്കേഷൻസും ഒരു പേഷ്യൻ്റ് ഒരു സെക്കൻഡ് അല്ലെങ്കിൽ ഒരു ഇത്ര ടൈം കൊണ്ട് എത്രമാത്രം വേഴ്സ് ആവും, നമ്മുടെ മുന്നിലെ പേഷ്യൻസിനെ നമുക്ക് തിരിച്ച് കിട്ടാൻ പറ്റാത്ത രീതിയിൽ പോകുന്നതൊക്കെ കണ്ടു നിൽക്കേണ്ടി വന്നിട്ടുള്ള ആളാണ്. അത് നമ്മൾ ഒട്ടും പ്രതീക്ഷിക്കാതെ ഒരു കുഴപ്പമില്ലാതെ നിൽക്കുന്ന പ്രഗ്നൻസി ഒരു സെക്കൻഡ് കൊണ്ട് മാറിപ്പോവും. ഒരു ഡെലിവറി കഴിഞ്ഞിട്ട് ബേബീനെ നമ്മൾ ചിരിച്ചുകൊണ്ടിരിക്കുന്ന മദറിനെ കൊണ്ട് കാണിച്ചിട്ട് ഇങ്ങനെ തിരിയുമ്പോഴായിരിക്കും ചിലപ്പം ഒരു ഹെവി ബൗട്ട് ഓഫ് ബ്ലീഡിങ് വരുന്നത്. അത് ചിലപ്പോൾ കൺട്രോൾ ചെയ്യാൻ പറ്റാതെ പേഷ്യൻ്റ്, നമുക്ക് ഒരുപാട് എഫേർട്ട് എടുക്കണം ആ ബ്ലീഡിങ് കൺട്രോൾ ചെയ്യണമെങ്കിൽ. ചിലപ്പോൾ സർജറി ഈവൻ യൂട്രസ് എടുക്കേണ്ടി വരേണ്ട അവസ്ഥ വരെ ഉണ്ടാവാറുണ്ട്. അതൊന്ന്. പിന്നെ പെട്ടെന്ന് പേഷ്യൻ്റ് ഇങ്ങനെ ചുമ്മാ ലേബർ റൂമിൽ ഇങ്ങനെ വെറുതെ കിടക്കുന്ന ഒരു പേഷ്യൻ്റ് സഡനായിട്ട് ഫിറ്റ്സ് അടിക്കുന്നു, നോക്കുമ്പോൾ BP ഷൂട്ട് ചെയ്യുന്നു. ആ BP ഷൂട്ട് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഒരുപാട് മെഷേഴ്സ് എടുക്കേണ്ട കാര്യമുണ്ട്. BP കുറയ്ക്കാനാണെങ്കിലും ഫിറ്റ്സ് കൺട്രോൾ ചെയ്യാനാണെങ്കിലും ഒരു ടീം എഫേർട്ട് വേണ്ടി വരും. ഉടനെ തന്നെ അടിയന്തരമായിട്ട് സിസേറിയൻ ചെയ്തിട്ട് ബേബിനെ എടുത്തില്ലെങ്കിൽ മറുപിള്ള വിട്ടു പോകുന്നു, ബേബി പോകുന്നു, പേഷ്യൻ്റ് വെന്റിലേറ്ററിലാവുന്നു, ചിലപ്പോൾ നെക്സ്റ്റ് ഡേ പേഷ്യൻ്റ് ഡെത്ത് ആവുന്നു. ഇതൊക്കെ നമ്മൾ എപ്പോഴും കാണുന്നത്. DIC ബ്ലീഡിങ് ആയി കഴിഞ്ഞിട്ട് DIC എന്ന് പറഞ്ഞ സ്റ്റേജിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ പേഷ്യൻ്റ് തിരിച്ച് കിട്ടാൻ പോകുന്നില്ല. ഇതിനൊക്കെ നമുക്കൊരു ടൈമുണ്ട്. ഒരു 5 minutes to 10 minutesനുള്ളിൽ ഇതെല്ലാം ആക്ട് ചെയ്തിരിക്കണം. ഒരു വീട്ടിൽ പ്രസവം നടക്കുന്ന പേഷ്യൻ്റ് ഒരു കുഴപ്പമില്ലാന്ന് നിങ്ങൾ പറയുന്നു, ഒരു കുഴപ്പമില്ലാന്ന് ആർക്കും അറിയാൻ പോകുന്നില്ല, അവർ പ്രഗ്നൻസി പോലും കാണിച്ചിട്ടില്ല. നമുക്കൊരു ഡോക്ടറിൻ്റെ വിഷൻ എന്ന് പറയുന്നത് ഡെലിവറി എടുക്കലല്ല, ആ ഡെലിവറിയിലേക്ക് പോകുന്നതിന് മുമ്പുള്ള പേഷ്യൻറ്റിൻ്റെ ആ 9 months ജേർണി ഉണ്ട്. അതിനകത്ത് ആ പേഷ്യൻ്റ് ഓരോ പേഷ്യൻറ്റും ഡിഫറെൻ്റാണ്. ഓരോ പേഷ്യൻറ്റും ഒരു പേഷ്യൻറ്റിൻ്റെ ഓരോ പ്രഗ്നൻസിയും ഡിഫറെൻ്റാണ്. അവരുടെ വെയിറ്റ് അനുസരിച്ചിട്ട്, അവർക്ക് BP ഉണ്ടോ, ഷുഗർ ഉണ്ടോ, കുഞ്ഞിൻ്റെ വെയിറ്റ് അനുസരിച്ചിട്ട്, ഒരുപാട് കോംപ്ലിക്കേഷൻസ് അനുസരിച്ചിട്ട് ആ ഡെലിവറിയിൽ നമ്മൾ എന്തൊക്കെ വരുമെന്ന് നമുക്കൊരു വിഷൻ ഉണ്ടാവും, ഒരു ആൻറ്റിസിപ്പേഷൻ ഉണ്ടാവും, അതിനുള്ളൊരു പ്രിപ്പറേഷൻ ഉണ്ടാവും. അതെല്ലാം ചെയ്തിട്ടാണ് നമ്മളൊരു ഡെലിവറി, ആ ഡെലിവറി എന്നുള്ളത് അതിൻ്റെ എൻഡ് പോയിൻ്റാണ്. ആ എൻഡ് പോയിന്റിലേക്ക് നമ്മൾ നമ്മുടെ വിഷനിലാണ് നിൽക്കുന്നത്. അല്ലാതെ ഇതൊന്നും അറിയാതെ പേഷ്യൻറ്റ് കോംപ്ലിക്കേഷൻ ഉണ്ടോയെന്ന് അറിയില്ല, പേഷ്യൻറ്റ് പ്രോബ്ലംസ് ഉണ്ടോ, BP ഉണ്ടോയെന്ന് അറിയില്ല. ആരാ BP നോക്കുന്നത്? ആ കുഞ്ഞിന് അവിടെ ഉള്ളിൽ ഹാർട്ട് ബീറ്റ് ഉണ്ടോയെന്ന് പോലും അറിയില്ല, കുഞ്ഞ് മഷി ഇട്ടിട്ടുണ്ടോ എന്ന് നോക്കുന്നില്ല. നമ്മളതെല്ലാം ലേബർ റൂമിൽ ഫുള്ളിരുന്ന് മോണിറ്റർ ചെയ്തിട്ടാണ് മഷി ഇട്ടിട്ടുണ്ടോ, ഹാർട്ട് ബീറ്റ് ഓക്കെ ആണോ, പൊക്കിൾ കൊടി ഉണ്ടോ, സ്കാൻ ചെയ്ത് ഇതൊക്കെ നോക്കിയിട്ടാണ്. ഇതൊന്നും അറിയാതെ ഉള്ളിലുള്ള കുഞ്ഞ് മരിച്ചിട്ടുണ്ടോ എന്ന് പോലും അറിയാതെയാണ് ഇവർ ഡെലിവറിക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത്. ലാസ്റ്റ് വരുന്ന സമയത്ത് കുഞ്ഞ് മഷി ഇട്ടിട്ട് 2 മണിക്കൂറായി മരിക്കുന്ന കുട്ടീനെ ആയിരിക്കും ചിലപ്പോൾ കിട്ടുന്നത്. അല്ലെങ്കിൽ അതിൻ്റെ ഇടയ്ക്ക് BP ആരും മോണിറ്റർ ചെയ്യുന്നില്ല, പെട്ടെന്നൊരു ഫിറ്റ്സ് ആയിരിക്കും അടിക്കുന്നത്. ഇതൊക്കെ വന്നു കഴിഞ്ഞാൽ എങ്ങനെ മാനേജ് ചെയ്യും? അത് ഒരിക്കലും നമുക്ക് വീട്ടിലെ പ്രസവം എന്ന് പറഞ്ഞൊരു പ്രക്രിയയാണ്, അതങ്ങ് പ്രസവിച്ചു പോകും. പക്ഷെ അമ്മയ്ക്കും കുഞ്ഞിനും ജീവൻ വേണ്ടേ? ഞാനിപ്പോൾ ഈ ലാസ്റ്റ് ഇന്നലെ ഇട്ട വീഡിയോയിൽ ആ ഒരു കമൻറ്റ് തന്നെ ഹൈലൈറ്റ് ചെയ്തിട്ടാണ് വെച്ചിരിക്കുന്നത്, ആശുപത്രിയിലും മരണങ്ങളില്ലേ. അപ്പോൾ അതിൽ പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, ആശുപത്രിയിലെ മരണങ്ങൾ എത്രയുണ്ടെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. കേരളത്തിലെ ഒരു മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് നോക്കിയാൽ തന്നെ അറിയാം. പിന്നെ എത്ര മരണം എന്ന് മാത്രമുള്ളതാണ് നമ്മൾ ഹൈലൈറ്റ് ചെയ്യുന്നത്. എത്ര പേരിൽ എന്നുള്ളത് വരുമ്പോഴാണ് ഒരാൾക്ക് 5 മാർക്ക് കിട്ടുന്നത് 10ലാണ് 5 മാർക്ക് അല്ലെങ്കിൽ 100ലാണ് 5 മാർക്ക് എന്നുള്ളത് നല്ലൊരു ഡിഫറൻസ് ഉള്ള കാര്യമാണ്. അപ്പോൾ ഒരിക്കലും ലക്ഷക്കണക്കിന് ആൾക്കാരിൽ ഒരു മരണവും വീട്ടിൽ പ്രസവിച്ച 100 പേരിൽ ഒരു മരണം എന്ന് പറയുന്നതും അതിൻ്റെ റേഷ്യോ എത്രയും നമുക്ക് കൂട്ടേണ്ട കാര്യമേ ഉള്ളൂ. അത് സാമാന്യ ലോജിക്കാണ്. പിന്നെ ഉള്ളത്, മരണം ഹോസ്പിറ്റലിൽ നടക്കുന്നില്ല, അത് അനിവാര്യമായെന്നല്ല, നമുക്ക് ഒരിക്കലും തിരിച്ചു കിട്ടാൻ പറ്റാത്ത എല്ലാ എഫേർട്ടും എടുത്തിട്ട് മരണമാണ്. നമുക്ക് അതിൽ പറയേണ്ട ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ, താഴെ ഞാൻ കമൻസിൽ എപ്പോഴും കാണുന്ന ഒരു കാര്യമാണ്, പലരും ഹോസ്പിറ്റലിനെതിരെ ഒരു ബാഡ് ചിന്തയുണ്ട് എല്ലാവർക്കും. ഹോസ്പിറ്റലിൽ കച്ചവടമാണ്, ഹോസ്പിറ്റലിൽ അനാസ്ഥയാണ്, ഹോസ്പിറ്റലിൽ സിസേറിയൻ റേറ്റ് കൂട്ടുന്നുണ്ട്, അങ്ങനെ കുറേ എന്തൊക്കെയോ ചിന്തകൾ അവിടെ ഉണ്ട്. ആ രോഷം കൂടി അവർ പ്രകടിപ്പിക്കുന്നുണ്ട്, ഞാനൊരു ഡോക്ടർ ആയതുകൊണ്ട്. അപ്പോൾ എനിക്കിതിൽ പറയാനുള്ളത്, കുറേയൊക്കെ നമ്മുടെ ഒരു മീഡിയയുടെ ഇൻഫ്ലുവൻസും കൂടെ ഇതിൽ വളരെ കൂടുതലായിട്ടുണ്ട്. കാരണം നമ്മൾ ഹോസ്പിറ്റലിൽ മരണം നടക്കുക എന്ന് പറഞ്ഞത് സ്വാഭാവികമാണ് എന്നുള്ള ഒരു ചിന്താഗതിയിൽ നിന്ന് എനിക്ക് തോന്നുന്നു നമ്മുടെ നാട്ടിൽ ഇങ്ങനെ ഒരു മെറ്റേണൽ മോർട്ടാലിറ്റി റേറ്റ് ഇത്രയും കുറഞ്ഞതുകൊണ്ടായിരിക്കും ഒരു മരണം പോലും
ആർക്കും അത് ഉൾക്കൊള്ളാൻ പറ്റാത്തൊരവസ്ഥയിലെത്തുന്നത്. ശരിയാണ്, ഒരു പ്രസവം എന്ന് പറയുന്നത് എപ്പോഴും നമുക്ക് ഒരു സന്തോഷം ആഗ്രഹിക്കുന്ന ഒരു സമയത്ത് ഒരു മരണം ആർക്കും ഉൾക്കൊള്ളാൻ പറ്റുന്ന കാര്യമല്ല, ഒരു രോഗിയല്ല. അപ്പോൾ ആ മരണത്തിന് കുറച്ചൊരു ഇമോഷണൽ തീവ്രത എപ്പോഴും ഉണ്ടാകും. അപ്പോൾ ഈ ബൈസ്റ്റാൻഡേഴ്സ് എപ്പോഴും അത് ഹോസ്പിറ്റലിൽ അനാസ്ഥയാണെന്നൊക്കെ പറയാനുള്ളൊരു ഭാഗം അവരുടെ കയ്യിൽ നിന്ന് ഉണ്ടാകും. പക്ഷേ അത് മീഡിയ ഏറ്റെടുക്കുമ്പോൾ എപ്പോഴും ഒരു ഫ്ലാഷ് ന്യൂസായിട്ട് ബ്രേക്കിംഗ് ന്യൂസ്, അനാസ്ഥ, ചികിത്സാ പിഴവ് എന്ന രീതിയിലുള്ള ഈ വാർത്തകൾ വരുന്നത് കുറേയൊക്കെ ഈ സാധാരണ ആൾക്കാരുടെ ഇടയിൽ വളരെയധികം ഹോസ്പിറ്റലിനെതിരെയുള്ള ഒരു ബാഡ് ഇത് വരാനുള്ള ഒരു വലിയ ഫാക്ടറായിട്ടാണ് എനിക്ക് ഈ കമൻസിൽ നിന്ന് മനസ്സിലാവുന്നത്. ബിക്കോസ് ഈ അനാസ്ഥ എന്ന, പിന്നെ അതിൽ പ്രത്യേകം പറയുന്നുണ്ട്, അനാസ്ഥ എന്ന് പറഞ്ഞിട്ട് ഇത്രയും വാർത്തകൾ വന്നിട്ട് ഒരു ഡോക്ടറെങ്കിലും അറസ്റ്റിലാവുന്നുണ്ടോ, അതൊക്കെ നമ്മൾ മായ്ക്കുകയാണ്, തേച്ച് മായ്ക്കുകയാണ്. നമുക്ക് പറയാനുള്ളത് ഈ അനാസ്ഥ ഒരു വിഷയം വന്നു കഴിഞ്ഞാൽ ഒരു ഡോക്ടർ അതിൻ്റെ പുറകെ എത്രയോ വർഷങ്ങൾ കോടതി കയറി ഇറങ്ങുന്നു. ലാസ്റ്റ് അത് നെഗ്ലിജൻസ് അല്ല, അതൊരു ഇങ്ങനത്തെ ഒരു കോംപ്ലിക്കേഷൻസ് വന്നതാണെന്ന് തെളിയുമ്പം ആ ഡോക്ടർ രക്ഷപ്പെടുകയാണ് ചെയ്യുന്നത്. അതൊന്നും ആരും പുറത്തേക്ക് അറിയുന്നില്ല. പിന്നെ മിക്കവാറും ആ ഡോക്ടറുടെ കരിയർ അവിടെ തീർന്നിട്ടുണ്ടാവും. അതുകൊണ്ട് തന്നെ കുറേ ഡോക്ടേഴ്സ് ഇങ്ങനെ ഭയക്കുന്നുണ്ട്, മീഡിയനെ ഭയക്കുന്നു, റിസ്ക് എടുക്കാൻ ഭയക്കുന്നു. അതും ഒരു ഫാക്ടറാണെന്ന് വേണമെങ്കിൽ പറയാം. പക്ഷേ എന്ന് വെച്ചാൽ എല്ലാവരും അതുപോലെയൊന്നും അല്ല. അപ്പോൾ അതിൽ എല്ലാം കൂടിയുള്ള ഒരു ആകത്തുകയാണ് ഇതിൻ്റെ പുറകിൽ. തീർച്ചയായും അത് തന്നെയാണ്. വീട്ടിലെ പ്രസവം, അശാസ്ത്രീയ രീതിയിലുള്ള ഗാർഹിക പ്രസവങ്ങൾ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചാണ് വിശദമായി ഡോക്ടർ നമ്മളോട് സംസാരിച്ചത്. വീഡിയോ ജേർണലിസ്റ്റ് ഷഫീഖ് കരളായിക്കൊപ്പം റിപ്പോർട്ടർ മുബഷിർ പി അക്ബർ, ഇൻ റിപ്പോർട്ടർ തിരൂർ.